കുണ്ടൂരിൽ ഇന്നലെ മൂപ്പര് പറയാണ്, സ്വാമിജിയെ ഞങ്ങൾ തിരുത്തിച്ചു. കാരണം സ്വാമിജി പറഞ്ഞത് ഒരു പണ്ഡിത സഭയ്ക്ക് ചേർന്നതല്ല, അങ്ങനെ തിരുത്തിക്കണമെന്നതാണ് തിരുത്തിക്കണമെന്നതാണത്രേ ദീൻ. അതിന് മുമ്പ് തെളിവ് പറയാണ്. പേരോട് എന്ന് പറഞ്ഞാൽ അതാ സാധനം എന്താണോ അപ്പ ആവശ്യം അത് പറയും. നേരത്തെ പറഞ്ഞത് മുമ്പ് ഓർമ്മ ഉണ്ടാവൂല. അതിന്റെ നിർവചനാണ് ശരിക്കും ഞാൻ പറഞ്ഞത്. എന്നിട്ട് മുമ്പ് പറയാണ്, അതെ ആയിഷ റളിയല്ലാഹു അൻഹ. അപ്പൊ സംഭവങ്ങൾ ഓർമ്മ വരും. ആയിഷ റളിയല്ലാഹു അൻഹ, അതാ ആയിഷ ബീബി ഇങ്ങനെ റസൂലുള്ളാഹിന്റെ സമീപത്ത് നിൽക്കുമ്പോൾ ജൂതന്മാര് വന്ന് അസ്സാമു അലൈക്കും സലാം പറഞ്ഞു. അസ്സാമു അലൈക്കും, നിങ്ങൾക്ക് നാശണ്ടാവട്ടെ, നിങ്ങൾ മരിക്കട്ടെ എന്നുള്ള സലാമാ. ഒരു ബോധപൂർവം പറഞ്ഞതാ. ആയിഷ ബീബി ഇത് കേട്ടപ്പോ ചൂടായി പോയി. ആയിഷ ബീബി തിരിച്ചങ്ങോട്ടും പറഞ്ഞു, വഅലൈക്കും അസ്സലാമു വല്ലഅന, നിങ്ങൾക്കുണ്ടാവട്ടെ ലഅനത്തും ആ നാശവും. മുത്തുനബി പറഞ്ഞു, മോളെ ആയിഷ അങ്ങനെ ചൂടാകാൻ വരട്ടെ, അങ്ങനെ അങ്ങ് പറയണ്ട, ഒരു നന്നായാലോ, വഅലൈക്കും എന്ന് പറഞ്ഞേച്ചാ മതി എന്നൊരു ഹദീസുണ്ട്. അപ്പൊ അയാൾ പറയാണ്, ഞങ്ങൾ സ്വാമിജിയെ തിരുത്തിച്ചത് ആയിഷ ബീവിനെ മുത്തുനബി തിരുത്തിച്ചതുകൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് അത് പറയട്ടെ, എന്നിട്ട് ഞാൻ ബാക്കിയൊന്ന് പറയുന്നുണ്ട്. അത് കേട്ടപ്പോ വിഷമമുള്ള അല്ലാഹുവിൽ അവരൊക്കെ മനസ്സ് നന്നാകട്ടെ. ഇസ്ലാം ദീന് പഠിക്കണ്ടേ, ഇസ്ലാം ദീന് പഠിക്കണ്ടേ, ഇസ്ലാം ദീന് തന്നെ എന്താണ് അത് പഠിക്കണ്ടേ. അറിയാതിരുന്നാൽ ആരോട് പറയാനാ. അല്ലാഹു നന്നാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് ഒരു യഹൂദികൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് യഹൂദികൾ വന്നിട്ട് നബി തങ്ങൾക്ക് സലാം പറഞ്ഞു. എന്താ സലാം പറഞ്ഞ നിങ്ങള്? അസ്സാം അലൈക്കാതെ, അസ്സാം അലൈക്കും പറഞ്ഞാൽ നിങ്ങൾ മരിച്ചോട്ടെ എന്നതിന്റെ അർത്ഥം. അസ്സാം അലൈക്കും, നിങ്ങൾ മരിച്ചോട്ടെ എന്നതിന്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ യഹൂദികൾ വന്ന് പറഞ്ഞപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഫഫഹിംതുഹാ, അവര് അസ്സലാമു അലൈക്കും എന്നല്ല പറഞ്ഞത്, അസ്സാമു അലൈക്കും എന്നാ പറഞ്ഞത് എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഉടനെ തന്നെ പറഞ്ഞു, വഅലൈക്കും അസ്സലാമു വല്ലാന, നിങ്ങൾക്ക് ലാനത്തുണ്ടാട്ടെ, നശും പോട്ടെ. ആയിഷ ബീവി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആയിഷ ബീവിനെ തിരുത്താണ്. എന്തിന്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾക്ക് നാശണ്ടാട്ടെ, മരിച്ചോട്ടെ എന്ന് പറഞ്ഞ യഹൂദികളോട് തിരിച്ച് അതേ ശൈലിയിൽ ആയിഷ ബീവി പ്രതികരിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്താണ്, മഹ്ലൻ യാ ആയിഷ, അത് വേണ്ടായിരുന്നു ആയിഷ. താന്തപുരസ്താവ് പറഞ്ഞ പോലെ തന്നെ പറയുന്നത്, മഹ്ലൻ യാ ആയിഷ, അത് വേണ്ടായിരുന്നു ആയിഷ. ഇന്നല്ലാഹ യുഹിബ്ബുർ റിഫ്ഖ ഫിൽ അംരി കുല്ലിഹി, എല്ലാ വിഷയത്തിലും സൗമ്യതയാണ് നബി സല്ലല്ലാഹു. ആ യഹൂദിനോട് ആയിഷ ബീവി വഅലൈക്കും അസ്സലാം വല്ലഅന എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചുകയാണ്, ഇവിടുത്തെ ആയിഷ ബീവി അത് മറ്റേടത്ത് സ്വാമിയാണ്. വ്യത്യാസമുണ്ട്. അല്ല, പേരോടും ഞാൻ ചോദിക്കട്ടെ, ഈ പറഞ്ഞ തിരുത്തിയ ഹദീസ് അള്ളാന്റെ റസൂലിന് നയനുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞിട്ട് 3 വർഷമായില്ലേ? അത് തിരുത്തിക്കാൻ എന്തേ ഈ ഹദീസ് തെളിവാകൂലേ? മറുപടി പറയണം. മുത്തുനബിയുടെ ശരീരം കരിയൂല എന്ന് പറഞ്ഞാൽ ഇട്ടാ കരിയൂലെന്നില്ല. നിങ്ങൾ കിതാബ് വായിച്ചു നുണ പറഞ്ഞു. ഇന്ന് വരെ തിരുത്തിയിട്ടുണ്ടോ? അവിടെ എന്താ ആയിഷ ബീവിന്റെ ഈ ഹദീസ് അവിടെ തെളിവല്ലേ? അല്ലേ? നിങ്ങൾ 824 മുതൽ ഔലിയാക്കളിൽ എന്ന് പറഞ്ഞു. എന്താ തിരുത്താത്തത്? സ്വാമിജിക്ക് മാത്രമാണോ ഈ ആയിഷ ബീവിയുടെ ഹദീസ് ബാധകം? നിങ്ങൾക്ക് ബാധകല്ലേ? അതെന്താ പണ്ഡിത സഭയ്ക്ക് യോജിച്ചതാണോ? അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ പറയാം. നിയലിന്റെ വിഷയം ചൂടേറിയപ്പോ പേരോടെന്താ അരീക്കോട് എന്ന് പറഞ്ഞറിയോ? പേരോട് തിരുത്തൂല, ഞാൻ തിരുത്തുമെന്ന് കരുതണ്ട. അതൊന്ന് ഏൽപ്പിച്ചോടുക്കും. ഞാനൊരു കാര്യം പറയട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് വിവരിക്കുമ്പോൾ നാദാപുരത്ത് പ്രസംഗിച്ച പ്രസംഗം അതിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഞാൻ ഈ അടുത്ത സമയത്ത് വെറുതെ പ്രസംഗിക്കുമ്പോൾ എന്താണോ നബി തങ്ങളെ കുറിച്ച് പറഞ്ഞത് അത് തന്നെ നാദാപുരത്ത് അന്ന് പ്രസംഗിക്കുമ്പോഴും പറഞ്ഞത്. ഇന്നും എന്റെ കയ്യിൽ CD സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് പേരോട് മാറ്റി പറഞ്ഞുവെന്ന് ഇനി മേലിലൊരൊറ്റ മനുഷ്യനും ആണത്തമുണ്ടെങ്കിൽ പറയണ്ട എന്നുകൂടി ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അപകടങ്ങള് സ്വാമിജിക്ക് ഓതിയ ഹദീസ് ഇയാൾക്ക് ബാധകല്ല.
സ്വാമിജിക്ക് ഓതിക്കൊടുത്ത ഹദീസ് അത് പൊന്മളക്ക് ബാധകമല്ല, അത് അലി മുസ്ലിയാർക്ക് ബാധകമല്ല. എന്തേ നിങ്ങൾക്ക് പറ്റിപ്പോയത്? സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഹദീസുകളെ വ്യഭിചരിക്കുന്ന ഇങ്ങളാണ് ഉലമാ ഉസ്സൂ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അള്ളാന്റെ റസൂലിന്റെ അല്ലെങ്കിൽ ഇയാൾ കണ്ടില്ലേ? ഇയാൾ ആയിഷാ ബീവിന്റെ ഹദീസ് മാത്രം കണ്ടാ മതിയോ? അബൂലഹബ് നശിച്ചു പോകട്ടെ എന്നാ ഖുർആൻ പറഞ്ഞത്. അത് ഇയാൾ കണ്ടിട്ടില്ലല്ലോ. അത് ഇവിടെ ആരാ തിരിച്ചിട്ടത്? അപ്പൊ രണ്ടും രണ്ട് ശൈലിയാണ്. അത് പഠിച്ചില്ല പഠിച്ചില്ല ഇയാളെ സമ്മേളനത്തെ ന്യായീകരിക്കാൻ. എന്നിട്ട് അയാളെ ഹദീസ് കൊണ്ടുവരികയാണ്. സ്വന്തം പറഞ്ഞ പൊട്ടത്തരം തിരുത്തിയിട്ടില്ല.